തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്ക്. ദേശീയപാത 544-ൽ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. വെള്ളാങ്ങല്ലൂരിൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകൾ മറിച്ചിട്ടു. ചാലക്കുടി വാഴച്ചാൽ ഉന്നതിയിൽ 2 ദിവസം മുമ്പ് പനി ബാധിച്ച് മരിച്ച മധ്യവയസ്കന് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഉന്നതിയിൽ നിരീക്ഷണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ്. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗതാഗത കുരുക്കിനിടയാക്കി. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. വ്യാഴാഴ്ച തൃശൂർ പുഴയ്ക്കലിൽ സംഘടിപ്പിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 25 സീറ്റുകൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാജ്ഭവനിലെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സർവകലാശാല അധികൃതർ ആദ്യം പറഞ്ഞെങ്കിലും ഈ ഓർഡർ ലഭിച്ചിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുന്നിൽ ഇവർ കുഴങ്ങി. ഇതോടെ സർവകലാശാലയാണ് പരിപാടിയുടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഇവർ തിരുത്തി പറഞ്ഞു. എനിക്ക് ഗവൺമെന്റ് ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഈ പറയുന്ന പോലെ കിട്ടിയിട്ടില്ല. പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതാണ് തീരുമാനം. ആരുടെ തീരുമാനം? യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് ഫോട്ടോയും വീഡിയോയും നൽകുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുന്നിൽ നിന്ന് പിന്മാറുകയും രജിസ്ട്രാർ അടക്കമുള്ളവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. കാർഷിക സർവകലാശാലയിൽ വലിയ സെൻട്രൽ ഹാൾ ഉണ്ടായിട്ടും പുഴയ്ക്കലിലെ ആഡംബര ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി അധികൃതർ നൽകിയില്ല. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത 544-ലെ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. ചാലക്കുടി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വിളിച്ചുകൂട്ടിയ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകിയത്. നിർമ്മാണത്തിന് മഴയാണ് തടസ്സമെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കണം. ദേശീയപാതയിലെ വാഹനങ്ങൾ തിരിച്ചുവിട്ടതിനെ തുടർന്ന് തകർന്ന പഞ്ചായത്തുകളിലെ വിവിധ റോഡുകളും NHAIയുടെ ചെലവിൽ പുനരുദ്ധരിക്കണം. ഇതിന് തടസ്സമാകുന്ന നിബന്ധനകളെ നിയമപരമായി മറികടക്കാൻ സഹായങ്ങൾ നൽകുമെന്നും കളക്ടർ പറഞ്ഞു. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്നതിനും തകർന്നുകിടക്കുന്ന ഭാഗങ്ങൾ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നിർദ്ദേശം നൽകി. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ബാരിക്കേഡുകൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് ആഴ്ചയിലൊരിക്കൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ടായി. MP ബെന്നി ബഹനാൻ, സനീഷ് കുമാർ ജോസഫ് MLA, തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, DYSP PC ബിജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അമ്പിളി സോമൻ, പ്രിൻസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയില്ലെങ്കിൽ ജൂലൈ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിന് ശേഷം അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ, പൊങ്ങം എന്നിവിടങ്ങളിലും കൊരട്ടി ജംഗ്ഷനിലും കളക്ടർ സന്ദർശനം നടത്തി. TCV ന്യൂസ്, ചാലക്കുടി. വെള്ളാങ്ങല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി 65 വയസ്സുള്ള രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെ സെന്റ് ജോസഫ് പള്ളിക്ക് എതിർവശത്തുള്ള കടകൾക്ക് സമീപമായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നത്തൂർ സ്വദേശി കക്കളം വീട്ടിൽ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു.
കല്ലുകൊണ്ടുള്ള അടിയേറ്റ് വീണ രാജൻ പിള്ളയെ നാട്ടുകാർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാന കോമ്പൌണ്ടിലുണ്ടായിരുന്ന 4 പനകൾ മറിച്ചിട്ടു. ഗേറ്റ് തള്ളി തുറന്നു കടക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് മതിൽ തകർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്റ്റേഷനാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. 7 മീറ്ററോളം ഭാഗം വരുന്ന മതിലാണ് കാട്ടാന തകർത്തത്. അതേസമയം മേഖലയിൽ കാട്ടാന നിരന്തരം ഇറങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ചാലക്കുടി വാഴച്ചാൽ ഉന്നതിയിൽ 2 ദിവസം മുമ്പ് മരിച്ച മധ്യവയസ്കന് പേവിഷബാധ സ്ഥിരീകരിച്ചു. കാടർ വിഭാഗത്തിലെ രാമനാണ് ഞായറാഴ്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. കടുത്ത പനിയെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്നതിനെ തുടർന്ന് ഡോക്ടർമാർ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സംശയത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാബിൽ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ കണ്ടെത്തിയത്. വാഴച്ചാൽ ഉന്നതിയിൽ നിരവധി വളർത്തുനായകളുണ്ട്. ഇവയിൽ നിന്നാണ് പേവിഷബാധ ഏറ്റതെന്ന് സംശയിക്കുന്നു. പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഉന്നതിയിൽ നിരീക്ഷണം ഏർപ്പെടുത്തി. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കുഴിയും ചെളിയും നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രി ഇരുട്ടിലാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയരവ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ജില്ലയിലെ തന്നെ വളരെ മോശം സ്ഥിതിയിലുള്ള റോഡാണ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡെന്ന് യാത്രക്കാർ പറഞ്ഞു. ഞാൻ തൃശ്ശൂര് ഒരുവിധമൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. റോഡിന് ഒരു അവാർഡ് കൊടുക്കണം നഗരസഭ. ഇത്ര നല്ലൊരു റോഡ് നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാണാനില്ല. എനിക്കതാ പറയാനുള്ളൂ. ഇത് അധികാരികള് ഭംഗിയായിട്ട് നടക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ നമ്മളൊന്നും പറയാ, ഇവരെ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. മോശം സ്ഥിതിയായിട്ടു പോലും നഗരസഭാ അധികൃതർ കണ്ണടയ്ക്കുന്നത് പരിതാപകരമാണെന്നും യാത്രക്കാർ പറഞ്ഞു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ടാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറത്തിശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റ് ഇടുന്നതിന്റെ ഭാഗമായി ഓട്ടുപാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് തടസ്സങ്ങൾ വെച്ച് ഒരു ഭാഗം ഡിവൈഡർ വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. 3 ദിവസം കൂടി അറ്റകുറ്റപ്പണികൾ തുടരുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ഗതാഗത കുരുക്കിന് സാധ്യതയുണ്ട്.
ശോചനീയാവസ്ഥയിലായ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂങ്കുന്നത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും ഭരണഘടനയെക്കുറിച്ച് പറയുന്നവർക്ക് ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഉണ്ടാകണമെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിന്റെ കാര്യം ഈ പ്രദേശത്തെ കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ഇതൊരു ദേശീയപാത ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്നും അനീഷ് കുമാർ പറഞ്ഞു. ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വഴി നടക്കാനുള്ള അവകാശം. ആ അവകാശമാണ് സർക്കാർ നിഷേധിക്കുന്നത്. 1-2 മാസമല്ല, എത്ര വർഷങ്ങളായി ഈ റോഡ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. മനുഷ്യന്മാർക്ക് സഞ്ചരിക്കാൻ നല്ലൊരു റോഡ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദേശീയപാത നിർമ്മാണത്തിനായി 550 കിലോമീറ്റർ റോഡ് ഏറ്റെടുത്തത് തങ്ങളാണെന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസിന് പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിലെ കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ 200 മീറ്റർ റോഡിന് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് ക്രെഡിറ്റ് സ്വന്തമാക്കാനായി റീൽസ് എടുത്ത് നടക്കുന്ന മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് റീൽസ് എന്നാണ് വിളിക്കേണ്ടതെന്നും അനീഷ് കുമാർ പരിഹസിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ V ആതിര അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. പാലിയേക്കര അങ്കമാലി റൂട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നു. കുരുക്കഴിക്കാനാവാതെ അധികൃതർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണമാണ് മേഖലയിൽ കുരുക്ക് രൂക്ഷമാക്കിയത്. ചാലക്കുടി മേഖലയിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. മണ്ണത്തി മുതൽ അങ്കമാലി വരെ യാത്ര ചെയ്യാൻ 3 മണിക്കൂർ വരെ സമയമെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ചികിത്സയിൽ തുടരുന്ന VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ കാർഡിയാക് ICUവിലാണ് ചികിത്സ തുടരുന്നത്. 101 വയസ്സുള്ള അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. സൗദിയിലെ ദമാമിൽ നടന്ന വാഹന അപകടത്തിൽ തൃശൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി മരിച്ചു. നാട്ടിക സ്വദേശി കല്ലിപ്പറമ്പിൽ സിദ്ദീഖ് ഹസൈനാരും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. സിദ്ദീഖിന്റെ ഇരട്ടക്കുട്ടികളിൽ 18 വയസ്സുള്ള ഫർഹാന ഷെറിനാണ് സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചത്. സിദ്ദീഖും ഭാര്യയും മറ്റ് 2 കുട്ടികളും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സന്ദർശക വിസയിലെത്തിയ കുടുംബത്തിന്റെ വിസ പുതുക്കുന്നതിനായി ബഹ്റൈനിൽ പോയി തിരിച്ച് റിയാദിലേക്ക് തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം. അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം വരും ദിവസങ്ങളിൽ നാട്ടിലെത്തിക്കും. വെള്ളറക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചിറമനങ്ങാട് കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ 20 വയസ്സുള്ള ഇർഷാദാണ് മരിച്ചത്. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം റോഡിന് കുറുകെ ഓടിവന്ന കാട്ടുപന്നി സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇർഷാദ് മാതാവിനെ ഗൾഫിലേക്ക് യാത്രയാക്കുന്നതിന് നാട്ടിലെത്തിയതായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ തീരുമാനം. കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന MLA-മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പാടശേഖര പ്രതിനിധികളുടെയും സംയുക്ത ചർച്ചയിലാണ് തീരുമാനം. കാഞ്ഞാൺകോൾ, മണലൂർ താഴംകോൾ പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊട്ടിക്കുന്നതിന് തീരുമാനമായി. 2 ബണ്ടുകളും പൊട്ടിക്കുമ്പോൾ പാടശേഖരങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ടാകുമെന്ന് സബ് കളക്ടർ അഖിൽ V മേനോൻ യോഗത്തിൽ അറിയിച്ചു. ഇറിഗേഷൻ കനാലുകളിൽ നിന്ന് ഒഴുക്കിന് തടസ്സമാകുന്ന കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവയുൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ കർശന ഉത്തരവ് നൽകിയതായും അത് ഉടനെ നടപ്പിലാക്കുമെന്നും സബ് കളക്ടർ യോഗത്തെ അറിയിച്ചു. കരുവാലി, ചണ്ടി, കുളവാഴ അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ട വിഷയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട കൃഷി വകുപ്പ്, KLDC തുടങ്ങിയ എല്ലാവരെയും കുറിച്ച് ഒരു യോഗം ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ കോർപ്പറേഷൻ ഏരിയ പൂർണ്ണമായിട്ടും ഇറിഗേഷൻ എസ്റ്റിമേറ്റ് വെച്ചിട്ടുള്ളതും അതിന് സാങ്ഷൻ ആയിട്ടുള്ളതുമാണ്. അപ്പോൾ അതിൻ്റെ ടെൻഡർ വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമതായിട്ടുള്ള വിഷയം, ഇറിഗേഷൻ വകുപ്പ് ഈ പ്രൊജക്റ്റ് വെച്ച് സാങ്ഷൻ കിട്ടാത്ത കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. കൂടുതലും പഞ്ചായത്ത് അധീനതയിലാണ് വരുന്നത്.
അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സർക്കാരിലോട്ട് അയച്ചിട്ടുണ്ട്. സർക്കാരിലോട്ട് അയക്കുക മാത്രമല്ല, ഇനി അതിനൊരു ബദൽ സംവിധാനമായിട്ട് ഡ്രഡ്ജർ ഡിപ്ലോയ് ചെയ്യാനുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സാങ്ഷന് ഇന്നലെ തന്നെ കളക്ടർ ഓർഡർ ആക്കിയിട്ടുണ്ട്. പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട സ്ലൂയിസുകൾ സമയബന്ധിതമായി തുറക്കുകയും അടയ്ക്കുകയും വേണമെന്നും അതാത് കൃഷി ഓഫീസർമാർ ഇത് ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകി. യോഗത്തിൽ MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, കോൾപ്പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി വില്ലേജ് ഓഫീസർമാർ, ഇറിഗേഷൻ KLDC ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ദേശീയപാത മുടിക്കോട് ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വെളപ്പായ സ്വദേശി അഭിജിത്ത്, മുതലമട സ്വദേശി ദിലീപ്, ഒറ്റപ്പാലം സ്വദേശി പ്രജിത്ത് എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയിലാണ് 3-അംഗ സംഘം പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾ പിടിയിലായി. റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ 15ഓളം ബസ്സുകൾക്കെതിരെ കേസെടുത്തു. നഗരത്തിൽ വിവിധയിടങ്ങളിലായാണ് പോലീസ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാരുള്ള ബസ്സുകൾ, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്ത ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. പാലയൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരിയായ ഗുരുവായൂർ മാണിക്കത്തുപടി ചിരിയങ്കണ്ടത്ത് തോമസ് ഭാര്യ ലൂസി, നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശിയായ യുവാവിനുമാണ് പരിക്കേറ്റത്. പാലയൂർ മഠത്തിന് മുന്നിലായിരുന്നു അപകടം. എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഒരു ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൺ വേ തെറ്റിച്ചു വന്ന സ്വകാര്യ ബസ്സിനെ പുറകിലേക്കെടുപ്പിച്ച വനിതാ പോലീസിന്റെ വീഡിയോ വൈറൽ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിലാണ് സംഭവം. തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബാബുരാജ് ബസ്സാണ് വൺ വേ തെറ്റിച്ച് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയത്. ഇതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഇടപെടുകയായിരുന്നു. തൃശൂർ വിമല കോളേജിൽ ഭക്ഷ്യവിഷബാധ. കോളേജ് ഹോസ്റ്റലിലുള്ള നിരവധി കുട്ടികൾ ചികിത്സ തേടി. സംഭവം കോളേജ് അധികൃതർ മറച്ചുവെച്ചതായി ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികൾ ചികിത്സ തേടിയെത്തിയതിനെ തുടർന്ന് ആശുപത്രി അധികൃതരാണ് ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കൃത്യമായ വിവരം പറയാൻ സാധിക്കൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സഞ്ചാരികളെ ആകർഷിച്ച് അതിരപ്പിള്ളി നിറഞ്ഞൊഴുകുന്നു. വൻ ജനത്തിരക്കാണ് അതിരപ്പിള്ളിയിൽ അനുഭവപ്പെടുന്നത്. മഴയ്ക്ക് ശമനമായെങ്കിലും അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇപ്പോഴും നിറഞ്ഞു തന്നെ. ജൂൺ പകുതിയോടെ ആർത്തിരമ്പിയ വെള്ളച്ചാട്ടത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായെങ്കിലും മനോഹാരിതയ്ക്ക് തെല്ലും കുറവില്ല. കഴിഞ്ഞ അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ കനത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്.
3 മാത്രമാണ് ഇപ്പോൾ പാറക്കെട്ടുകൾ കാണുന്നത്. ബാക്കിയെല്ലാം വെള്ളിമേഘം പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. പൊരിങ്ങൽക്കുത്ത് ഡാമിൽ തിങ്കളാഴ്ചയിലെ ജലനിരപ്പ് 420.12 മീറ്ററാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇത് കുറവാണെങ്കിലും ബുധനാഴ്ച മുതൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഇനിയും വെള്ളം ഉയരുമെന്ന സൂചനയാണുള്ളത്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പാകട്ടെ 4.01 മീറ്ററാണ്. 2 ദിവസം മുൻപ് ഇത് 4.19 മീറ്ററിലെത്തിയിരുന്നു. കാലവർഷം കനക്കുമ്പോൾ അതിരപ്പള്ളി കൂടുതൽ രൗദ്രഭാവത്തോടെ നിറഞ്ഞൊഴുകുകയാണ്. ഈ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ നഗരത്തിലും വിവിധ ഡിവിഷനുകളിലും തെരുവ് നായ്ക്കളുടെ ശല്യം അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഒരുക്കി പിടിച്ചുകെട്ടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും അടുത്ത കൌൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി ഉൾപ്പെടുത്തി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. ഏനാമാവിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്ന വിധം റോഡിനോട് ചേർന്ന കെട്ടിട ചുമർ പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് ഇടപെട്ടിട്ടും പൊളിച്ചു നീക്കാൻ തയ്യാറാകാതെ സ്വകാര്യ വ്യക്തി. മഴയിൽ കുതിർന്ന അപകട ഭീഷണിയായ ചുമർ അടർന്നു വീണിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വീട് പൊളിച്ചതിന്റെ ഭാഗമാണ് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. ചുമർ പൊളിച്ചു നീക്കാനാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇടപെട്ടത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ നേരിട്ട് വീട്ടിലെത്തി ആവശ്യപ്പെട്ടിട്ടും ചുമർ പൊളിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തി തയ്യാറായിട്ടില്ലെന്ന് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു. വെങ്ങട് ഗ്രാമപഞ്ചായത്തിലെ ഏനാമാക്കൽ പള്ളിനടയ്ക്ക് സമീപം ഉപ്പിക്കഴുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട് പൊളിച്ചതിൻ്റെ ബാക്കി നിൽക്കുന്ന ചുമരിൻ്റെ ഒരു ഭാഗം, അതായത് തേച്ച ഭാഗം അടർന്നു വീണ് വെള്ളം കുതിർന്ന് ഏതു സമയവും വീഴാവുന്ന രൂപത്തിലായിട്ടാണ് നിലനിൽക്കുന്നത്. ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന അതുമായ ആ സ്ഥലത്ത് അപകടം പതിയിരിക്കുകയാണ്. പ്രസ്തുത വിവരം അവരുടെ വീട്ടിൽ നേരിട്ട് പോയി പഞ്ചായത്തിൻ്റെ എയും അതുപോലെ തന്നെ ഓവർസിയറും നേരിട്ട് പോയി അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഏനാമാവ് കരുവന്തലയിൽ വീടിന്റെ മതിൽ മഴയിൽ ഇടിഞ്ഞുവീണ് കളിച്ചുകൊണ്ടിരുന്ന പിഞ്ചു ബാലിക മരിച്ചിരുന്നു. മഴയിൽ കുതിർന്ന് ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ. ഇടുങ്ങിയ കുപ്പിക്കഴുത്തിലൂടെ തിരക്കിട്ട് കടന്നുപോകുന്ന വാഹനങ്ങളോടും മതിലിനോടും ചേർന്ന് വേണം വിദ്യാർത്ഥികളും വയോധികരുമടക്കമുള്ള യാത്രക്കാർക്ക് നടന്നു പോകാൻ. തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പതിവാണ്. ഏനാമാവിലെ കുപ്പിക്കഴുത്തൊഴിവാക്കാൻ സ്ഥലം MLA ഫണ്ട് മാറ്റിവെക്കുകയും പലതവണ പൊതുമരാമത്ത് റവന്യൂ വകുപ്പ് അധികൃതർ അളന്ന് കല്ലിട്ടുപോയിട്ടും അർഹമായ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടുന്നതിന് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. മാള അഷ്ടമിച്ചിറ കോൾക്കുന്നിലെ ഗോഡൌണിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പാലക്കാട് കുണ്ടുകാട് സ്വദേശി പുത്തൻവീട്ടിൽ സന്തോഷ്, കോൾക്കുന്ന് സ്വദേശി മാളക്കാരൻ വീട്ടിൽ മുരുകൻ എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. അഷ്ടമിച്ചിറ സ്വദേശി മുരളീധരന്റെ ഗോഡൌണിൽ നിന്നാണ് പ്രതികൾ മോഷണം നടത്തിയത്. സംഭവത്തിൽ 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാള SHO സജിൻ ശശി, SI KR സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാം മഹാസംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന മഹാസംഗമം മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം PK ഇബ്രാഹിം ഫലാഹി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, സ്വാഗത സംഘം കൺവീനർ സുമതി ബാബുക്കുട്ടൻ, സ്വാഗത സംഘം ചെയർപേഴ്സൺ സാബിറ തൃശൂർ, തണൽമരം ഫൗണ്ടേഷൻ സെക്രട്ടറി AP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജയനെ ഓർമ്മപ്പെടുത്തും വിധം അദ്ദേഹത്തിന്റെ വേഷം ധരിച്ച് വേദിയിലെത്തിയ അഷറഫിനെ കരഘോഷത്തോടെയാണ് സംഗമത്തിനെത്തിയവർ എതിരേറ്റത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 450ഓളം വധൂവരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും മഹാസംഗമത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി സെന്ററിൽ പൊതുമരാമത്ത് റോഡിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതിയെ തുടർന്ന് അടച്ച കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തകർന്നു.
സെന്ററിൽ പാടൂർ റോഡിലേക്ക് തിരിയുന്ന മൂലയിൽ കൾവർട്ടിന്റെ സ്ലാബ് തകർന്നത് മൂലമുണ്ടായ കുഴി കഴിഞ്ഞ ദിവസം മൂടിയിരുന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് നേരിട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുഴി അടച്ചെങ്കിലും അടച്ച ഭാഗത്തെ മെറ്റലും ടാറും വീണ്ടും ഇളകി കാനയിലേക്ക് വീണതിനെ തുടർന്നാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ആക്ഷേപമുണ്ട്. കുഴി മുല്ലശ്ശേരിയിലത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും കൂടിയിട്ട് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലെ കുറച്ച് മെറ്റലും എംസാൻഡും കൊണ്ടുവന്നിട്ട് അത് അടയ്ക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശക്തമായ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ആ അടച്ച എല്ലാ മെറ്റീരിയലും മൊത്തമായിട്ട് ആ അടിയിലുള്ള കൽവെട്ടിലേക്ക് താന്നു പോവുകയും താണവീതി പ്രദേശത്ത് നിന്ന് പോകുന്ന പാടൂര് കായലിലേക്ക് പോകുന്ന വെള്ളം തടസ്സപ്പെട്ട് താണവീതി റോഡിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും ശല്യമാകുന്ന രീതിയിൽ വലിയ വെള്ളത്തിൻ്റെ ശല്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാന റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുക പതിവായിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരും കുഴിയിൽ വീഴുകയാണ്. മൂടിയ കുഴികൾ വീണ്ടും തകർന്നതോടെ മുല്ലശ്ശേരി സെന്ററിലെ പൊതുമരാമത്ത് റോഡിലൂടെയുള്ള യാത്ര ദുർഘടമായി തീർന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനങ്ങാപ്പാറ നയത്തിൽ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. മുരിങ്ങൂർ സ്വദേശി മുക്കിൽ വീട്ടിൽ ബിജുവിനെയാണ് നാടുകടത്തിയത്. കൊരട്ടി, ചാലക്കുടി, അങ്കമാലി, ചെങ്ങമ്മനാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 5 കവർച്ചാ കേസിലും 3 വധശ്രമ കേസിലും ബിജു പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,095 രൂപ, പവന് 72,760 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,403 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്ക്. ദേശീയപാത 544-ൽ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. വെള്ളാങ്ങല്ലൂരിൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകൾ മറിച്ചിട്ടു. ചാലക്കുടി വാഴച്ചാൽ ഉന്നതിയിൽ 2 ദിവസം മുമ്പ് പനി ബാധിച്ച് മരിച്ച മധ്യവയസ്കന് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഉന്നതിയിൽ നിരീക്ഷണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ്. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗതാഗത കുരുക്കിനിടയാക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.